ഹൈറേഞ്ചിൽ ഇത് കാപ്പി പൂക്കുന്ന കാലമാണ്. നേരം പുലരുമ്പോഴായിരിക്കും കാപ്പിച്ചെടിയാകെ വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുക. തണുത്ത കാറ്റിൽ കാപ്പിപ്പൂ മണം ഒഴുകിയെത്തും. വർഷത്തിൽ ഒരിക്കലേ കാപ്പി പൂക്കൂ. ഇത്രമേൽ സംഘടിതമായി പൂക്കുന്ന ചെടികൾ വിരളമാണെന്ന് പഴമക്കാർ പറയുന്നു. മകരത്തിൽ മഞ്ഞ് പെയ്യുമ്പോഴോ ശേഷം പുതുമഴ പെയ്തിറങ്ങുമ്പോഴോ ആണ് വെണ്മയുടെ പൂർണ്ണ തേജസ്സോടെ കാപ്പിച്ചെടികൾ പൂവിടുന്നത്. മെറൂൺ നിറത്തിലുള്ള കുഞ്ഞുമൊട്ടുകൾ കാപ്പിച്ചെടിയാകെ നിറയുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. മൊട്ടിട്ടാൽ 1-2 ദിവസത്തിനുള്ളിൽ പൂക്കളൊന്നാകെ വിരിയും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാപ്പിപ്പൂ മണവും വെളുപ്പും പടർന്ന പ്രഭാതങ്ങൾ ഹൈറേഞ്ചിലെ ഒട്ടുമിക്കയിടങ്ങളിലും അനുഭവേദ്യമാണ്. വേനൽ മഴയുടെയും മഞ്ഞിന്റെയും തോതനുസരിച്ചാണ് കാപ്പിച്ചെടികൾ പൂക്കുന്നത്. പുതുമഴ പെയ്ത് കുതിർന്ന മണ്ണിന്റെ മണവും കാപ്പിപ്പൂക്കളുടെ ഗന്ധവും ചേർന്ന് പുലരികളെ മത്തുപിടിപ്പിക്കും. പാലപ്പൂവിൻ്റേതുപോലെ മത്തുപിടിപ്പിക്കുന്ന ഒരുതരം ഗന്ധമാണ് കാപ്പിപ്പൂവിൻ്റേതും. 2-3 ദിവസമാണ് പൂവിന് ആയുസ്. വിരിയുന്ന അന്ന് മാത്രമേ വെണ്മയുടെ പൂർണ്ണ തേജസ് പൂക്കൾക്കുണ്ടാകൂ. 2-ാം ദിവസം ആകുമ്പോഴേക്കും വാട്ടം തട്ടും. 4-5 ദിവസം കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോകും. കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലേ ആ വർഷം നല്ല വിളവുണ്ടാകൂ എന്ന് പഴമക്കാർ പറയുന്നു. കാപ്പി പൂത്തു നിൽക്കുമ്പോൾ മഴ പെയ്യുന്നത് കൃഷിക്ക് നന്നല്ല. മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. അത് വിളവ് കുറയാൻ ഇടവരുത്തും. മാർച്ച്-ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കാപ്പിയും പൂവിട്ട് കഴിയും. പിന്നീട് തലച്ചു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാപ്പിക്കുരു വളരാൻ തുടങ്ങും. ഓരോ ഇടത്തും വർഷത്തിൽ 2-3 ദിവസം മാത്രമേ കാപ്പിപ്പൂവിന്റെ മാദക ഗന്ധം നിറഞ്ഞ പുലരികൾ ഉണ്ടാകൂ. ആ പുലരികളിലെ സുഗന്ധം അടുത്ത പൂക്കാലം വരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.